ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? ഞാനേ 12 പറഞ്ഞിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾക്ക് അത്ഭുതകരമായ റിസൾട്ട് കിട്ടി. ഒരു കുട്ടി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഇങ്ങനത്തെ വീഡിയോ ഇനി അമ്മ ചെയ്യുമെന്ന്. അപ്പൊ ശരി, ഞാനൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അത് വേറെ ഒന്നുമല്ല കേട്ടോ, ഒരു അത്ഭുത നമ്പർ തന്നെയാണ് ഇത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ബേ ലീഫില്ലേ, ഉണങ്ങിയ ബേ ലീഫ് എടുക്കുക. അതിൽ നമ്മൾ ഉണങ്ങിയ ബേ ലീഫിന്റെ തലപ്പത്തു നിന്ന് നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് അറിയോ? 1133 എന്ന നമ്പർ നമ്മൾ എഴുതുക. എഴുതിയതിന് ശേഷം നമ്മൾക്ക് എന്താണോ ആഗ്രഹം അത് നടന്നതായിട്ട്, പുതിയൊരു വീട് വെക്കാനാവും ചിലവർക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനാവും, ചിലവർക്ക് ജോലി ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താണോ അതിന്റെ അടിയിൽ എഴുതുക, ഞാൻ പുതിയ വീട്ടിൽ താമസം തുടങ്ങി, സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്, പ്രപഞ്ചനാഥന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് എഴുതുക. അല്ല ജോലിയുടെ കാര്യമാണെങ്കിൽ, ഞാൻ പുതിയ ജോലിയിൽ പ്രവേശിച്ചു, നല്ല സാലറി ഉള്ള ജോലിയാണ്, പ്രപഞ്ചനാഥന് നന്ദി. ഇത് നമ്മളിങ്ങനെ പ്രപഞ്ചനാഥന് നന്ദി എന്ന് എഴുതാൻ മറക്കരുത്. നമുക്ക് എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മൾ സന്തോഷമായിട്ട് എഴുതണം, നടന്നതായി വിചാരിച്ച് നമ്മൾ അങ്ങനെ എഴുതണം. പിന്നെ ഈ ബേ ലീഫ് നമ്മൾ കളയരുത് കേട്ടോ. നമ്മൾ ആഗ്രഹം നടക്കുന്നവരെ നമ്മളിത് പേഴ്സിൽ സൂക്ഷിക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പച്ച മഷി കൊണ്ട് തന്നെ എഴുതാൻ ശ്രമിക്കണം. പച്ച മഷി കൊണ്ട് തന്നെ എഴുതാനും ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ആഗ്രഹം സാധിക്കുന്നവരെ ഇത് ബാഗിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അത് എന്തിനാണെന്നറിയോ? നമ്മൾ ദിവസേന രാവിലെ എടുത്തിട്ട് നമ്മളെ കാര്യങ്ങൾ നടന്നതായി പറഞ്ഞിട്ട് പ്രപഞ്ചനാഥനോട് നന്ദി പറഞ്ഞിട്ട് എപ്പോഴും വിഷ്വലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഈ കാര്യം നടക്കുന്നവരെ. ഇത് നമ്മളെ മനസ്സിന്ന് പോകാൻ പാടില്ല. കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബേ ലീഫ് പേഴ്സിൽ നിന്ന് എടുത്തിട്ട് കത്തിച്ച് കളയോ എന്തേലും ചെയ്യണം. അപ്പൊ നമ്മൾ എന്തൊരു കാര്യമാണോ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും ആഗ്രഹം നടക്കുന്നുണ്ട്. അനുഭവം കൊണ്ട് പറയണം. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം. പിന്നെ നിങ്ങൾ നെഗറ്റീവ് അടിച്ചുകൊണ്ട് ഒന്നും ഒരിക്കലും ആരും എഴുതരുത്. ഒക്കെ പോസിറ്റീവായിട്ട് ചെയ്തു നോക്കൂ. പ്രപഞ്ചനാഥൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരും. പ്രപഞ്ചനാഥൻ വളരെ ശക്തിയുള്ള ഒരാളാണ്. നമ്മളുടെ മനസ്സിലെ ആഗ്രഹം നമ്മൾ എന്താണോ ആഗ്രഹിക്കണം അതായി തീരും. നമ്മൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ചെയ്തു നോക്കണം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ വന്ന് പറയുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.